നമുക്കിന്നൊരു അടിപൊളി തോരൻ ഉണ്ടാക്കിയാലോ? നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ പടർന്ന് വളർന്നു വരുന്ന ഈ കളയാണ് ഇന്നത്തെ താരം. മണൽ ചീര, ഉപ്പുചീര എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പഴ്സലൈൻ പ്ലാന്റാണിത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണിത്. ഞാനിവിടെ ബഹ്റൈനിലെ ലുലുവിൽ പോയപ്പോൾ ഇലവർഗ്ഗങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ഇതും വെച്ചിരിക്കുന്നത് കണ്ട് ഒരു പിടി ചീര ഞാനും വാങ്ങി. കാണാൻ നമ്മുടെ ടേബിൾ റോസ് പോലിരിക്കുന്ന ഈ പ്ലാന്റ് ഔഷധങ്ങളുടെ ഒരു കലവറയാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഇലയും തണ്ടും പൂവും എല്ലാം കഴിക്കാം. ഇതിന് ചെറിയ ഉപ്പോട് കൂടിയ പുളിരസമാണ്. ഈ ഇല കൊണ്ട് സാലഡ്സും സൂപ്പുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമുക്കിന്ന് ഈ ഇല കൊണ്ട് നല്ല ഒരു തോരൻ ഉണ്ടാക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകളുള്ള ഒരു വാല്യുവബിൾ പ്ലാന്റാണിതെന്ന് തന്നെ പറയാം. ഇതൊരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റാണ്. കൂടാതെ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും വിറ്റാമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയതുകൊണ്ട് ഇതൊരു ന്യൂട്രീഷ്യസ് ഫുഡ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ വിത്ത് വീണ് തനിയെ മുളച്ചു വരും. അത് മുളയ്ക്കുന്നത് കണ്ടാൽ മണ്ണ് വിതറുന്നത് പോലിരിക്കും. അത്രയ്ക്ക് തൈകൾ ഒരുമിച്ചാണ് വളർന്നു വരുന്നത്. ഈ ചെടി നാട്ടുവൈദ്യത്തിലും ഉപയോഗിക്കാറുണ്ട്. വാതത്തിനും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ യൂറിക് ആസിഡ് കൂടുതലുള്ളവരും കിഡ്നി ഡിസീസസ് ഉള്ളവരും ഇത് കഴിക്കരുതെന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്കിനി തോരൻ്റെ റെസിപ്പി കാണാം. അതിനുവേണ്ടി ഈ ചീര നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ടിത് തോരൻ അരിയുന്നത് പോലെ ചെറുതായി അരിഞ്ഞു വെക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സവാളയും പൊടിയായി അരിഞ്ഞു വെക്കാം. ഇനി ഞാൻ എടുക്കുന്നത് കുറച്ച് ചക്കക്കുരുവാണ്. ഇതും തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ പിടിച്ച ഒരു ചക്ക കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ കുരു തൊലി കളയാതെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതാണ് എടുത്തത്. ഈ ചക്കക്കുരു നമ്മൾ കഴുകി പുറത്തിട്ടിരുന്നാൽ ഇപ്പോൾ പെട്ടെന്ന് കേടായി പോകുന്നു. ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചപ്പോൾ ഇത് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റി. നന്നായിട്ട് കഴുകിയിട്ട് കണ്ടെയ്നറിൽ അടച്ച് വേണം സൂക്ഷിക്കേണ്ടത്. ഈ കട്ട് ചെയ്ത് വെച്ച ചക്കക്കുരു വേവാൻ പാകത്തിന് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. ഇത് കുക്കാവുമ്പോഴേക്കും തോരനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് തേങ്ങ, ഒരു വെളുത്തുള്ളി അല്ലി, 4-5 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്തൊന്ന് തോരൻ അരയ്ക്കുന്നത് പോലെ ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്കക്കുരു പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ ചീരയും ചക്കക്കുരുവും എല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. വീണ്ടും 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്താം. ഇനി നന്നായിട്ട് നമുക്ക് ചിക്കി തോർത്തി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ തോരൻ പാകമായപ്പോൾ നാട്ടിൽ എൻ്റെ കുടുംബ വീട്ടിലെ പറമ്പിൽ എപ്പോഴും കിളിർത്ത് വരുന്ന സാമ്പാർ ചീരയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ഉമ്മ സാമ്പാർ ചീരയും ചക്കക്കുരുവും ഇട്ട് ഇതുപോലെ തോരൻ ഉണ്ടാക്കി തരും. സൂപ്പർ ടേസ്റ്റാണ് അതിന്. നമ്മുടെ തോരൻ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്ത് ചേർക്കാം. നല്ല ടേസ്റ്റുള്ള കോമൺ പഴ്സലൈൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ തോരനും ഒരു പപ്പടവും കൂട്ടി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇനി ഈ ചെടി എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം. വിത്ത് പാകിയും തണ്ട് കട്ട് ചെയ്ത് വെച്ചും പുതിയ ചെടികൾ ഉണ്ടാക്കാം. ഞാൻ ഈ വാങ്ങിയ പഴ്സലൈൻ ചെടിയിൽ നിന്നും 2-3 തണ്ട് കട്ട് ചെയ്ത് വെച്ചു. ഇത് പെട്ടെന്ന് കിളിർത്ത് വരും. നമ്മളുടെ 10 മണി വെക്കുന്നത് പോലെ തന്നെയാണ്. ഈ കട്ടിങ്സ് വെള്ളത്തിൽ വെച്ചും എളുപ്പത്തിൽ വേര് പിടിപ്പിക്കാം. ഒരിക്കൽ ഈ ചെടി പടർന്ന് പിടിച്ചാൽ പിന്നെ ഇതിൻ്റെ വിത്തുകൾ തനിയെ വീണ് മുളച്ച് പുതിയ ചെടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അധികം കെയറൊന്നും വേണ്ട. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചെടികൾ വളർത്തിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.